PSC ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മറ്റുള്ളവരെ പിന്തുടരാനും പീഡിപ്പിക്കാനും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന രീതി, സൈബർ സ്റ്റോക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന പ്രവൃത്തി ഏത്? ക്രാക്കിംഗ്. കമ്പ്യൂട്ടറുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും നിയന്ത്രണം സംബന്ധിച്ച നിയമങ്ങൾ ഏവ? സൈബർ നിയമം. സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം? ഇന്ത്യ. ക്രെഡിറ്റ് കാർഡിലെ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് ഏത്? ഫിഷിംഗ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിനു മുമ്പോ മനഃപൂർവ്വം അതിലെ ഡാറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം? ഡാറ്റ ഡിഡ്ലിംഗ്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങളെ വിശകലനം ചെയ്ത് കുറ്റവാളികളെ കണ്ടെത്തുന്ന രീതി? സൈബർ ഫോറൻസിക്സ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ രൂപമാറ്റം വരുത്തി അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉപയോഗിക്കുന്ന രീതി? മോർഫിംഗ്. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള അപകീർത്തിപ്പെടുത്തൽ? സൈബർ ഡീഫമേഷൻ. സോഫ്റ്റ്വെയറുകൾ നിർമ്മാതാക്കളുടെ അനുവാദമോ അംഗീകാരമോ കൂടാതെ മോഷ്ടിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കോപ്പി ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സോഫ്റ്റ്വെയർ പൈറസി. ഫയൽ ഫോർമാറ്റ് അനാലിസിസിലൂടെ കമ്പ്യൂട്ടറിൽ നിന്ന് നീക്കം ചെയ്ത ഫയലുകൾ വീണ്ടെടുക്കുന്ന പ്രക്രിയ? ഫയൽ കാർവിംഗ്. ഒരു യൂസറിൻ്റെ ഫയലുകളും ഡാറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയ? സ്നൂപ്പിംഗ്. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സൈബർ കുറ്റകൃത്യം ഏത്? സലാമി അറ്റാക്ക്. വൈറസ് പ്രോഗ്രാമുകൾ എഴുതുന്ന വ്യക്തികൾ? വിക്സർ. വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാം? ആൻറ്റിവൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ്? ഫ്രെഡ് കോഹൻ. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്? ബ്രെയിൻ. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്? ക്രീപ്പർ. ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്? കാബിർ. കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കുകളും ഒരു ടൂളായോ അവയെ ഒരു ലക്ഷ്യമായോ അതുമല്ലെങ്കിൽ അവ ഒരു കുറ്റകൃത്യം നടത്താനുള്ള സ്ഥലമായോ ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സൈബർ ക്രൈം. ജാക്ക് ഡോർസി തുടങ്ങിയ പ്രസ്ഥാനം? ട്വിറ്റർ. ട്വിറ്റർ അവതരിപ്പിക്കപ്പെട്ട വർഷം? 2006. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ട്വീറ്റ്സ്. 150ഓളം രാജ്യങ്ങളെ ബാധിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണം? വാണാക്രൈ. ഒരാൾക്ക് താങ്ങാവുന്നതിൽ അധിക വിവരങ്ങൾ ഉപയോഗിച്ച് പരിക്ഷീണിതനാകുന്ന അവസ്ഥയേത്? ഇൻഫോമാനിയ.
പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമെയ്ൻ നെയിമിനോട് സാദൃശ്യമുള്ളവ ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സൈബർ കുറ്റകൃത്യം. സ്ക്വാട്ടിംഗ്. കമ്പ്യൂട്ടറിൽ ആൻറ്റിവൈറസുകൾ, ഫയർവാൾ, സ്പാം ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിക്കുന്നത് ഏത് പ്രക്രിയയുടെ ഭാഗമാണ്? സൈബർ സദാചാരം. സോഫ്റ്റ്വെയറുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നത് എന്ത്? ഹാക്കിംഗ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്? പോണോഗ്രഫി. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനം? സൈബർ ടെററിസം. ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനം? ഫയർവാൾ. ലോകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വാർഡ്. ഇന്ത്യയിൽ ആരുടെ പേരിലാണ് ആദ്യ സൈബർ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? ആരിഫ് അസീം. ഇൻ്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? സൈബർ ബുള്ളിയിങ്.